ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഇതോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമർന്നു. വൻകിട ചെറുകിട കടകളിൽ ഉൾപ്പെടെയുള്ള വൻ തിരക്ക് കണക്കിലെടുത്ത് സർക്കാർ സുരക്ഷയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. സുനിൽ, ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ അത് ഏതൊക്കെ രീതിയിലായിരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി ആളുകൾ സാധനമായിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ഈ ഉത്രാടപ്പാച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങാനിറങ്ങും. പിന്നെ ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ സദ്യവട്ടങ്ങളുടെയൊക്കെ തുടക്കം, ഇഞ്ചിയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി പച്ചക്കറിയൊക്കെ എല്ലാം ഒക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് തന്നെയായിരിക്കും മലയാളികൾ പോകുന്നത്. നേരത്തെ 2-3 ദിവസം അവധിയായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഉച്ചയ്ക്കൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ വെയിലൊക്കെ മാറിയപ്പോഴേക്കും നല്ല രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് തലസ്ഥാനത്തെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലൊക്കെ. ഓരോ വീഥികളിലും അത്തരത്തിലുള്ള നിറഞ്ഞ ഒരു ആളുകൾ ഷോപ്പിങ്ങിന് വേണ്ടി എത്തുന്ന ആളുകളുടെ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് സർക്കാർ തന്നെ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് അവശ്യ സാധനം, പ്രത്യേകിച്ച് പലഞ്ഞോ അതുപോലെ തന്നെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോയുടെ തന്നെ വിവിധ സ്റ്റോളുകൾ വഴി പുത്തിരിക്കണ്ടത്ത് ഒരുക്കിയിട്ടുണ്ട്. അത്തരം സ്റ്റോളുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അവർക്ക് സന്തോഷമുള്ളതാണ്. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് മുതൽ അവരവരുടെ കയ്യിൽ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന തരത്തിൽ അത് തുണിത്തരങ്ങളായാലും മറ്റു വസ്തുക്കളായാലും എല്ലാ തരത്തിലും വിലയും. അതുപോലെ ഫുട്പാത്തിലൊക്കെ കച്ചവടക്കാർ നേരത്തെ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫുട്പാത്ത് കച്ചവടക്കാരും അവരും ഈ ഒരു ഓണവിപണി തന്നെയാണ് ലക്ഷ്യമിട്ട് ഇപ്പോൾ തലസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തലസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഓണവിപണി ലക്ഷ്യമിട്ട് തന്നെയാണ്. അപ്പോൾ അവർക്കും ഈ ഒരു വിപണി എന്ന് പറയുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കാണം വിറ്റും ഓണം ഉണ്ണമെന്നുള്ള ആ സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പോഴും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ആഘോഷം എത്രത്തോളം ഗംഭീരമാക്കാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ആഘോഷം തലസ്ഥാനം എല്ലാവരും അക്ഷരാർത്ഥത്തിൽ എല്ലാ കലാപരിപാടികളും അതുപോലെ തന്നെ മറ്റ് ഓണക്കാഴ്ചയും ഒക്കെ ഒരുക്കി ഇവിടെ തലസ്ഥാനത്തേക്ക് വരുന്നവർക്ക് വളരെ ആനന്ദകരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കലാപരിപാടികളും ഒക്കെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഉത്രാട വിശേഷങ്ങളിലൂടെ പറയാൻ പറ്റും. വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ ചടങ്ങുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് കൈരളി ടിവിയും ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച മാജിക്കൽ മെലഡീസ് അരങ്ങേറി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഓണനിലാവ് ഓളം വെട്ടിയ പൂരാട സന്ധ്യയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തിയതോടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ ചടങ്ങിന് ഔദ്യോഗിക തുടക്കമായി. ചടങ്ങിന് മുന്നോടിയായി മേള ചക്രവർത്തി മട്ടന്നൂരിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളമുണ്ടായിരുന്നു. മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞതും സാധനങ്ങളുടെ വില ഓണക്കാലത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും സംതൃപ്തി നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉത്സവകാലം വരുമ്പോൾ വല്ലാത്ത വിലക്കയറ്റം നാം അനുഭവിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ സംയോജിതമായ ഇടപെടലിലൂടെ വില പിടിച്ചു നിർത്തി എന്ന് മാത്രമല്ല പലതിലും കീഴോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇത്തവണ ഓണക്കാലത്തെ നമ്മുടെ അനുഭവം. ഓണത്തെപ്പറ്റി മുഖ്യാതിഥിയായ യേശുദാസിന്റെ കാവ്യാലാപനം ചടങ്ങിന് മാറ്റുകൂട്ടി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും. പാർട്ടി ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഗായകൻ പി ജയചന്ദ്രനെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിനു ശേഷം കൈരളി ടിവിയും ടൈംസ് ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച മാജിക്കൽ മെലഡീസ് അരങ്ങേറി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ടൂറിസം മന്ത്രി AC മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ആശംസകൾ നേർന്നു. A സമ്പത്ത് MLA മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UDF MLA മാർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് ദില്ലി മലയാളികൾ. കാളൻ മുതൽ അടപ്രഥമൻ വരെയുള്ള റെഡിമെയ്ഡ് പാക്കറ്റുകളും ദില്ലിയിലെ കടകളിൽ സജീവമായി കഴിഞ്ഞു. കേരളത്തിനെ അപേക്ഷിച്ച് സാധനങ്ങൾക്ക് വില അല്പം കൂടുതലാണെങ്കിലും മാർക്കറ്റുകളിൽ ദില്ലി മലയാളികളുടെ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കാണ്. ദില്ലിയിൽ നിന്നും മനുശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാട്ടിൽ തിരുവോണനാളിന്റെ അവസാന പാച്ചിലേക്ക് മലയാളികൾ കടക്കുമ്പോൾ ദില്ലിയിലും ഉത്രാട പാച്ചിലിന്റെ തിരക്കിലാണ് മലയാളികൾ. ഇപ്പോൾ വിവിധ കടകളിലൊക്കെയായി തിരുവോണ സദ്യ ഒരുക്കുന്നതിന്റെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവരുടെ തിരക്കുകളിലേക്ക് മറ്റും കടക്കാം. ഓണം സദ്യ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? വില കൂടുതൽ അങ്ങനെ വല്ലതാണോ ദില്ലി? വില കൂടുതലൊന്നുമില്ല, ഇവിടെ വളരെ സസ്തയാണ്. നിലവിൽ അടപ്രഥമന് വരെയുള്ള സാധനങ്ങളെല്ലാം റെഡിമെയ്ഡായി ലഭ്യമാണ്. ഇതെല്ലാം റെഡിമെയ്ഡായി ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ദില്ലി മലയാളികൾ ഇത്രയധികം ഓണാഘോഷത്തിലേക്കൊക്കെ സജീവമായി തിരക്കിനിടയിലും കടക്കുന്നതിന് വഴിവെക്കുന്നത്. എങ്ങനെയാണ് തിരക്ക്? എങ്ങനെയുണ്ട്? നല്ല തിരക്കാ. പച്ചക്കറിക്കൊക്കെ വില കൂടുതലാണോ? ഇല്ല, നാട്ടിലേക്കാളും ബെറ്റർ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത്തവണ എങ്ങനെയുണ്ട് ഓണത്തിന്റെ തിരക്ക്? ഓണത്തിന് നല്ല തിരക്കുണ്ട്. ഈ പച്ചക്കറികളൊക്കെ പ്രധാനമായിട്ട് എവിടെ നിന്നാണ് വരുന്നത്? നാട്ടിൽ നിന്ന് തന്നെ. ഈ തിരുവോണത്തിന് ഒരുപാട് ഓർഡറുകളൊക്കെ ലഭിക്കുന്നുണ്ടോ? സദ്യ പാഴ്സൽ ലഭിക്കുന്നുണ്ട്, ഓർഡറൊക്കെ ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട് പാർസലായിട്ട്. ഈ സെറ്റ് സാരി കടകളൊക്കെ വളരെ സജീവമാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് മലയാളികളുടെ ഓണം പ്രമാണിച്ച്. ഇവർ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. ചേട്ടാ, ഇത് ഒത്തിരി വില കൂടിയൊന്നുമില്ല. ഇത് ഒരു 800, 650 ഒത്തിരി വില കൂടിയൊന്നുമില്ല. ഇത് ഓണം സ്പെഷ്യലാണ്. ഇപ്പം ഓണം വന്നല്ലോ. എന്തായാലും ഹിന്ദിക്കാർ നമ്മളൊക്കെ നന്നായി മലയാളം പറഞ്ഞു തുടങ്ങി. ഇത്തവണ ആർക്കാ ഓണക്കോടി? അമ്മയ്ക്ക്. എല്ലായിടത്തും എങ്ങനെയുണ്ട്? വില കൂടുതലാണോ നാട്ടിലൊക്കെ അപേക്ഷിച്ച്? നാട്ടിൽ അപേക്ഷിച്ച് വില കൂടുതലാണ്, പക്ഷെ അത് നമുക്ക് നോർമലി എക്സ്പെക്റ്റഡ് ആണല്ലോ വേറൊരു സ്ഥലത്ത് വരുമ്പോൾ. ഉത്രാടപ്പാച്ചിലിനിടയിൽ ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണക്കാലത്ത് തൃശൂരിലെ നാട്ടിൻപുറങ്ങൾക്ക് ആവേശം പകരാൻ കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ദേഹമാകെ പർപ്പിടകപ്പുല്ല് പൊതിച്ച് മുഖംമൂടി അണിഞ്ഞെത്തുന്ന കുമ്മാട്ടികൾ അസുരതാളം ചവിട്ടി ഗ്രാമവീഥികളെ ത്രസിപ്പിക്കും. തിരുവോണനാൾ മുതൽ 4-ാം നാൾ വരെയാണ് കുമ്മാട്ടികൾ കളത്തിലിറങ്ങുക. പൂരത്തിനും പുലികളിക്കും ഒപ്പം തന്നെ തൃശ്ശൂരുകാർക്ക് ആവേശം പകരുന്ന കലാരൂപമാണ് കുമ്മാട്ടികളി. മുഖംമൂടി അണിഞ്ഞ് പർപ്പിടകപ്പുല്ല് പുതച്ചെത്തുന്ന കുമ്മാട്ടികൾ ഓണത്തപ്പനെ വരവേൽക്കാനുള്ള ഗ്രാമീണരുടെ അനുഷ്ഠാന കലയാണ്. തിരുവോണനാൾ മുതൽ 4-ാം ഓണം വരെയാണ് കുമ്മാട്ടികൾ ഗ്രാമവീഥികളിൽ അസുരതാളം ചവിട്ടുക. കാലങ്ങളായി പിന്തുടരുന്ന കുമ്മാട്ടികളിക്ക് പിന്നിൽ വലിയൊരു ഐതിഹ്യവുമുണ്ട്. അർജുന ഭഗവാൻ പാശുപാസ്ത്രം നേടുവാനായിട്ട് തപസ് ചെയ്തു. ആ തപസ് പരീക്ഷിക്കുവാനായി ശിവപാർവതിമാര് 108 ഭൂതഗണങ്ങളും കിരാതവേഷം ധരിച്ചുകൊണ്ട് ആടിയും പാടിയാണ് പോയത്. ആ കളിയാണ് പിന്നീട് കുമ്മാട്ടികളിയായി രൂപപ്പെട്ടത്. കിഴക്കുംപാട്ടുകര ദേശമാണ് കുമ്മാട്ടികളിയുടെ പ്രധാന കേന്ദ്രം. പർപ്പിടകപ്പുല്ല് ഉൾപ്പെടെയുള്ള അനുബന്ധ സാമഗ്രികൾക്ക് ദൗർലഭ്യം അനുഭവപ്പെട്ടത് ഇക്കുറി കുമ്മാട്ടിക്കൂട്ടങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ വർഷവും തനത് ശൈലി പിന്തുടരാൻ തന്നെയാണ് കുമ്മാട്ടി സംഘങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തെക്കൻ കേരളത്തിൽ ഓണസദ്യ പച്ചക്കറികളുടേതാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നോൺ വെജിറ്റേറിയൻ ഓണമാണ്. പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം ചിക്കനും മട്ടനും മത്സ്യവുമൊക്കെയാവും ഓണനാളിലെ വടക്കൻ കേരളത്തിലെ സ്പെഷ്യൽ വിഭവങ്ങൾ. മലബാറിലെ വീടുകളിൽ നോൺ വെജ് ഇല്ലാതെ ഓണമില്ല. ഓണത്തലേന്നും അതിരാവിലെയും പച്ചക്കറി വിപണിയിൽ മാത്രമല്ല മലബാറിലെ മട്ടൻ ചിക്കൻ സ്റ്റാളുകളിലും മത്സ്യ മാർക്കറ്റുകളിലും വൻ തിരക്കായിരിക്കും. മലബാറുകാരുടെ ഓണം അതാണ്. ഓലൻ, തോരൻ, പുളിങ്കറി, പപ്പടം, പഴം ഒക്കെയായി ഒരു കൂട്ടം പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം അയക്കൂറയും അയലയും കൊഞ്ചും കോഴിയിറച്ചിയും ആട്ടിറച്ചിയും ഇവയിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ മലബാറുകാർക്ക് പിന്നെന്തോണം. ബിരിയാണിയും ഓണനാളിൽ പലയിടങ്ങളിലും പതിവ് ശീലമായി. ഓണത്തിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും ബിരിയാണിയാണ് ഉണ്ടാക്കുക. ചിക്കനും മീൻകറിയും പിന്നെ മീൻ വറുത്തതും ഒക്കെയാണ് നമ്മളെ പ്രധാന വിഭവങ്ങൾ. പന്തിഭോജനവും മിശ്രഭോജനവും ഐത്തോച്ചാടനവും ഒക്കെ നടന്ന നാട്ടിൽ ഒരു വിഭവത്തിനും ഐത്തമില്ല. എല്ലാം ആഘോഷത്തിന്റെ ഭാഗമാണ്. ഓണം വൈവിധ്യങ്ങളുടെയും ഒപ്പം മതേതരത്വത്തിന്റെയും ആഘോഷമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കാവേരി നദീജല പ്രശ്നത്തിൽ ബംഗളൂരുവിൽ നിരോധനാജ്ഞ തുടരുന്നു. രാത്രി 9ഓടെ KSRTCയുടെ 32 ബസ്സുകൾ ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കോൺവോയ് അടിസ്ഥാനത്തിൽ സർവീസ് നടത്തും. അതേസമയം തർക്കത്തെ തുടർന്ന് കർണാടകയിലും തമിഴ്നാട്ടിലും ഉടലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഉടൻ ഇടപെടണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി കുഞ്ഞപ്പൻ ചേരുകയാണ് ബംഗളൂരുവിൽ നിന്നും. കുഞ്ഞപ്പൻ, നിലവിൽ കർണാടകയിലെ സ്ഥിതിഗതികൾ അത് ഏതാണ്ട് ശാന്തഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലേക്കുള്ള ബസ്സുകൾ അത് എപ്പോൾ പുറപ്പെടും? ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കാരെ കേരളത്തിലെത്തിക്കാൻ കേരള സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത്
ബാംഗ്ലൂരിലുള്ള 32 KSRTC ബസ്സുകൾ പോലീസ് സംരക്ഷണത്തോടെ കോൺവോയ് അടിസ്ഥാനത്തിൽ മൈസൂർ റോഡ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും രാത്രി 9 മണിക്ക് കേരളത്തിലേക്ക് പുറപ്പെടും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് റെയിൽവേ മന്ത്രാലയം ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11:35 ബാംഗ്ലൂരിൽ നിന്ന് 3000-ലേറെ യാത്രക്കാരാണ് പ്രത്യേക ട്രെയിനിൽ ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടത്. 6:55 യശ്വന്തപുരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാനസവാടി, ഹോസ്കൂർ, സേലം, പാലക്കാട്, ഷൊർണൂർ വഴി കണ്ണൂരിലേക്ക് പ്രത്യേക ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. സംഘർഷ സാധ്യതയുള്ള വൈട്രാരായണപുര, രാജാജിനഗർ, രാജഗോപാലനഗർ, കെങ്കേരി, കാമാക്ഷിപ്പാളയം, വിജയനഗര, മഗടി റോഡ്, യശ്വന്തപുരം, മഹാലക്ഷ്മി ലേഔട്ട്, നന്ദിനി ലേഔട്ട് മുതലായ 16 പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. കൂടാതെ കേന്ദ്രസേനയും വിന്യസിക്കുന്നുണ്ട്. ഭാഗികമായി സിറ്റി സർവീസുകളും KSRTC ബസ്സുകളും ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആട്ടോ, ടാക്സി, സ്വകാര്യ വാഹനങ്ങളും എന്നിവയും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വെടിവെപ്പ് നടന്ന ഹെഗനഹള്ളിയിൽ സംഘർഷം ശാന്തമായിട്ടുണ്ട്. വെടിവെപ്പിൽ മരിച്ച ഉമേഷിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ തുംകൂരിലേക്ക് കൊണ്ടുപോയി. ചിത്രദുർഗയിലെ ഹൈവേയിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു ലോറിക്ക് അക്രമികൾ തീവച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ തിലകനഗറിലെ ചില കടകൾക്ക് നേരെയും ചെറിയ തോതിലുള്ള അക്രമങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ട്. മഹാബലിയെ അധിക്ഷേപിച്ച് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വാമന ജയന്തി ആശംസ നേർന്നുകൊണ്ടാണ് അമിത്ഷാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മലയാളികൾ ഇന്നേവരെ വിശ്വസിച്ചു പോരുന്ന ഐതിഹ്യത്തിൽ നിന്ന് വിരുദ്ധമാണ് BJP അധ്യക്ഷന്റെ ആശംസ. ഓണം വാമന ജയന്തിയാണെന്ന BHP നേതാവ് ശശികല ടീച്ചറുടെ പ്രസ്താവന വിവാദമായതിനു പിന്നാലെയാണ് വാമന ജയന്തി ആശംസ നേർന്നുകൊണ്ട് BJP അധ്യക്ഷൻ അമിത്ഷായും രംഗത്തെത്തിയിരിക്കുന്നത്. വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുന്ന ചിത്രവും അമിത്ഷായുടെ ചിത്രവും പോസ്റ്റിലുണ്ട്. വാമനാവതാരം ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നും എല്ലാ മലയാളികൾക്കും വാമന ജയന്തി ആശംസിക്കുന്നുവെന്നുമാണ് പോസ്റ്റിലുള്ളത്. ഇന്നുവരെ ഒരു BJP അധ്യക്ഷന്മാരും പറയാത്ത ആശംസയാണ് അമിത്ഷാ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ഇത് ഓണം എന്ന ആഘോഷത്തിന് തന്നെ വിരുദ്ധമാണ്. BJP അധ്യക്ഷന്റെ വാക്കുകളെ BJP എന്ന പാർട്ടിയുടെ നിലപാടായി കൂടി വേണം കണക്കാക്കാൻ. അതുകൊണ്ടുതന്നെ മലയാളികളുടെ സമത്വ നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടാണ് BJP മലയാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തം. നേരത്തെ മഹാബലിയുടെ അഹങ്കാരത്തെ നീക്കിയ അവതാരമായ വാമനൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയായിരുന്നുവെന്നും മഹാബലിക്ക് തിരിച്ചുവരവില്ലെന്നും ശശികല ടീച്ചർ പറഞ്ഞിരുന്നു. RSS മുഖപത്രമായ കേസരിയും വാമന ജയന്തിയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്.